2 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണിയല്ല കേട്ടോ, പുലർച്ചെ 2 മണി. കാരണം ഒന്നാമത് എനിക്ക് ഹസ്ബൻഡ് വിട്ട് നിൽക്കുമ്പോൾ എപ്പോഴും ഉറക്കം കുറവാണ്. ആളടുത്തുണ്ടെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങും, ആളില്ലെങ്കിൽ എനിക്ക് ഉറക്കം പൊതുവെ കുറവാണ്. ഇപ്പോഴാണെങ്കിൽ പോലും ഉറക്കം കുറവാണ്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അലമ്പ് കുറച്ചിങ്ങനെ നീണ്ടു നിന്നു. ഞാൻ പറഞ്ഞൊരു വ്യക്തിന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒട്ടും പേടിയില്ലാത്തൊരു വ്യക്തിയാണ്. ഈ പ്രേതം ഭൂതം സംഭവങ്ങള് ഒട്ടും പേടി ഇല്ലാതിരുന്നൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ധൈര്യമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ബാൽക്കണിയിൽ 2 മണി നേരത്ത് ഞാൻ എന്ത് ചെയ്ത്, ബാൽക്കണി പോയിട്ടിരുന്നിട്ടാണ് ഞാൻ എന്റെ ഭർത്താവിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ, ബാൽക്കണിയിൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പോസ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ പോസ്റ്റ് നിൽക്കുന്നുണ്ട്. അതിന്റെ നേരെ ഈ പറമ്പാണ്. അപ്പൊ ഞാനിങ്ങനെ, ഗൈസ് എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്, പക്ഷെ എന്നാലും ഞാൻ പറയാം. അപ്പൊ ഞാനിങ്ങനെ എന്താ പറയാ, ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ എല്ലാം സോൾവ് ചെയ്യാം, നമ്മൾ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു 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 ഷാഡോ പോലെ കേട്ടോ, ആ ഒരു പോസ്റ്റിന്റെ കറക്റ്റ്, ഗൈസ് എന്റെ രോമാഞ്ചം നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല, കറക്റ്റ് തൊട്ടടുത്തായിട്ട് ഒരു ഷാഡോ പോലെ നല്ല ഹൈറ്റില് ഒരു ഷാഡോ. അപ്പൊ ഞാൻ വിചാരിച്ചു, നമ്മൾ കുറെ നേരം ഇരുട്ടത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഹാലൂസിനേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, അപ്പൊ എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊന്നുമില്ല, അവിടെ ഒന്നുമില്ല എന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ ഞാനൊക്കെ ആ ഒരു ടൈപ്പില് പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഈവൻ സ്ലീപ്പ് പാരാലിസിസ് വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടിന്യൂസ്ലി സ്റ്റെയർ ചെയ്തു. എനിക്ക് അത്രയും പേടിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി സ്റ്റെയർ ചെയ്ത് ഓക്കെ അവിടെ ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നേ ഞാൻ. ആ സ്റ്റോറിയൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, ഒരു ഷാഡോ എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയാ, ഒരു ലൈറ്റ് പോലെ ലേസർ ഒക്കെ ഉണ്ടാവില്ലേ,